ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ വീണ്ടും പുതിയൊരു അപ്ഡേറ്റുമായി വന്നിരിക്കുകയാണ്. നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി ആപ്പ് കൈസേ ഹോ, പിന്നെ കേരള ക്രൈംസ്, ഇതിൻ്റെയൊക്കെ OTT റിലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വരുന്ന ജൂൺ 20-നാണ് ഈ സിനിമകളെല്ലാം OTTയിലേക്ക് വരുന്നത്. ഇതിൽ വരുന്ന ഏറ്റവും എനിക്ക് തോന്നിയൊരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഏറെ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപിൻ്റെ ഒരു കംബാക്ക് എന്ന് പറയുന്ന മൂവിയായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി. ഒരു രക്ഷയില്ലാത്ത മൂവിയായിരുന്നു. നമ്മുടെ ആ ഒരു നവാഗതനായിട്ടുള്ള ഡയറക്ടറൊക്കെയാണ് ഇതിന് സിനിമ കൈകാര്യം ചെയ്ത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് തരുന്നത് ഇതിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. ദിലീപിൻ്റെയും അതുപോലെ തന്നെ റാണി റാണ പറഞ്ഞ ഒരു നായിക പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്ന ഒരു സിനിമയും കൂടിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പെർഫോമൻസ് വളരെ വ്യത്യസ്തമായിരുന്നു. കാരണം തിയേറ്ററിലൊക്കെ ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എന്താ പറയുക, എനിക്ക് ശരിക്കും പറഞ്ഞാൽ പഴയൊരു ദിലീപിനെ നമുക്ക് തിരിച്ച് കിട്ടിയെന്ന് പറയുന്ന രീതിയിലായിരുന്നു ആ പ്രിൻസ് ആൻഡ് ഫാമിലീസ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എന്നാലും അത് OTT കൂടി വരുന്നു. ഒരു പ്രാവശ്യം കൂടി നമ്മളൊക്കെ ഇനി OTTയിലൊക്കെ വരുമ്പോൾ കുടുംബത്തോടെയൊക്കെ ഒന്ന് നമ്മുടെയൊക്കെ സമയത്തിനനുസരിച്ച് വളരെ റിലാക്സ് ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് കാണാം. കാരണം നാളെയാണ് ജൂൺ 20. അപ്പോൾ നാളേക്കാണ് ഇതിൻ്റെ റിലീസ്. അപ്പോൾ അതോടൊപ്പം തന്നെ ധ്യാൻ ശ്രീനിവാസിൻ്റെ ഒരു സിനിമയാണ് ആപ്പ് കൈസേ ഹോ, അതും നാളെയാണ് OTT റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു റേറ്റിംഗ് ഒക്കെ ഉണ്ട് സിനിമയ്ക്ക്. നമ്മുടെ ധാൻവി ആണ് ഇതിൻ്റെ നായികയായിട്ട് വന്നിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു സിനിമ തന്നെയാണ്. അതും നല്ല രസത്തിൽ തന്നെയാണ് തിയേറ്ററിലൊക്കെ ഓടിയത്. അതിനിപ്പോൾ 7.1 റേറ്റിംഗ് ഒക്കെ കാണുന്നുണ്ട്. എന്തായാലും ആ സിനിമ ഞാൻ തിയേറ്ററിൽ കണ്ടില്ല. എന്തായാലും ആ ഒരു സിനിമ തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല. എന്തായാലും ഈ നാളെ ഇത് റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് OTT റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ സിനിമ കാണാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും അതിഗംഭീരമായൊരു പെർഫോമൻസ് തന്നെ കൊണ്ടാണ് ആപ്പ് കൈസേ ഹോയുടെ സിനിമ ഞാൻ റിവ്യൂ എല്ലാം കേട്ടത്. എന്തായാലും ധ്യാൻ ശ്രീനിവാസ് ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന് ചെറിയൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഡിറ്റക്റ്റീവ് ഉജ്ജലിനൊക്കെ അടിച്ചു കയറി നിൽക്കുന്ന സിനിമയാണ്. ഇപ്പോൾ ഒറ്റയ്ക്ക് വന്ന് ആദ്യത്തെ ഒരു എന്താണ് സോളോ ഹിറ്റൊക്കെ അടിച്ച ആളാണ് ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് ഇപ്പോൾ കുറച്ച് ആളുകളൊക്കെ കുറച്ച് പ്രാധാന്യത്തോടെ കാണാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിന് മുമ്പ് വരും എല്ലാ വെള്ളിയാഴ്ചയും ഒരു പടക്കം പൊട്ടുന്ന രീതിയിലായിരുന്നു അദ്ദേഹം സിനിമ വന്നതെങ്കിൽ ഇപ്പോൾ അതിനൊക്കെ ചെറിയ മാറ്റമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതെന്തായാലും ഈ പ്രിൻസ് ആൻഡ് ഫാമിലി ഇറങ്ങിയതോടുകൂടി അദ്ദേഹത്തിന് നല്ല കാലം നല്ല കാലം വന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അതിലും പ്രിൻസ് ആൻഡ് ഫാമിലി അദ്ദേഹം ഉണ്ട്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് അതിൽ പെർഫോമൻസ് നല്ല രസമായിരുന്നു. ഇനി അടുത്ത് പറയുമ്പോൾ നമ്മുടെ കേരള ക്രൈംസ് ഒരു രക്ഷയില്ലെന്നാണ്. കാരണം കേരള ക്രൈംസിൻ്റെ ഫസ്റ്റ് സീസൺ ഇറങ്ങിയിട്ട് കുറേ കാലങ്ങൾക്ക് ശേഷം ഈ അടുത്ത കാലത്താണ് ഞാൻ കണ്ടത് ഫസ്റ്റ് സീസൺ. ആ ഒരു സംഭവം പറഞ്ഞ് ഞാൻ ഈ മലയാളത്തിലുള്ള സീരീസ് അങ്ങനെ വലിയ താല്പര്യമില്ലാത്ത ഇരിക്കുന്ന വ്യക്തിയായിരുന്നു. കാരണം ആസ് യൂഷ്വലായിരിക്കും വിചാരിച്ചു. പക്ഷേ എനിക്ക് കണ്ടപ്പോൾ എൻ്റെ ആ ഒരു പ്രവചനം തെറ്റാണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടി വന്നു. കാരണം അത്രമാത്രം ഒരു ഹൈ ക്വാളിറ്റിയിൽ ഈ ഒരു ഫസ്റ്റ് സീസൺ എടുത്തിട്ടുണ്ട്. അതിൽ അജു വർഗീസിൻ്റെ പെർഫോമൻസ്, അജു വർഗീസ് ലാൽ, എന്ത് പെർഫോമൻസ്! അജു വർഗീസ് ഇത്രമാത്രം മെച്യൂറായിട്ട് ആക്ടിങ്ങിലേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാൾ. അയ്യോ, അദ്ദേഹത്തിൻ്റെ മൂവി ഞാൻ കമല മൂവി കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വേറെ റേഞ്ച് ഓഫ് ആക്ടിങ് നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അജു വർഗീസ് ക്യാരക്ടറുകളിൽ ഇത്രയും എന്താ പറയുക അമാനുഷികമായിട്ട് അദ്ദേഹം പിടിച്ച് നിർത്തുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറുകൾ ഭയങ്കര രസമാണ്. കാരണം ഭയങ്കര സീരിയസ് ആയി കഴിഞ്ഞാൽ അജു വർഗീസിനെ പിടിച്ചാൽ കിട്ടില്ല. അമ്മാതിരി ഒരു പെർഫോമൻസാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പല സിനിമയും കണ്ടത്. പക്ഷേ ഇതിൽ ഒരു വെബ് സീരീസാണ്, പക്ഷേ സെറ്റ് പരിപാടിയാണ്. ഈ കേരള ക്രൈംസിൻ്റെ ഫസ്റ്റ് സീസൺ നിങ്ങൾ കണ്ടു നോക്കൂ. അതിൻ്റെ സെക്കൻഡ് സീസണാണ് നാളെ റിലീസ് ചെയ്യാൻ പോണത്. എന്തായാലും ഈ ഫസ്റ്റ് ഉണ്ടായിരുന്നൊരു വില്ലൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിനെ പിടിക്കാനായിട്ട് ചേസ് ക്യാറ്റ് മൗസ് പോലെ ഇങ്ങനെ ചേസ് പോകുന്നൊരു പ്രത്യേകതരം ഒരു അറ്റ്മോസ്ഫിയർ ഈ സീരീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര രസമാണ്. പക്ഷേ ഇതിൽ അമാനുഷികം എന്ന് പറയുന്ന ഒന്നും തന്നെ വില്ലൻ ചെയ്യുന്നില്ല. അതാണ് ഏറ്റവും കോമഡി. പക്ഷെ നമ്മൾക്ക് അമാനുഷികം തോന്നും അദ്ദേഹം എസ്കേപ്പ് ചെയ്ത് പോകുന്നതും പോലീസിനുള്ള തലവനും. പക്ഷേ അതിൻ്റെ ക്രിയേറ്റീവും ആ നറേറ്റ് ചെയ്യുന്ന രീതിയൊക്കെ എക്സ്ട്രാ ഓസമാണ്. കാരണം ആ എടുത്തിരുന്ന ഒരു സ്റ്റൈലും അതിൻ്റെ ഫ്രെയിംസൊക്കെ നോ വേർഡ്സ്, അത്രമാത്രം നല്ലൊരു നമ്മൾക്ക് ഏറ്റവും ഹൈ ക്വാളിറ്റിയിലൊക്കെ പറയാം. 1000 ബേബ് കണ്ടിട്ടില്ലേ, അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു പാക്കുള്ള അതുപോലുള്ളൊരു സാധനമായിരുന്നു ഈ കേരള ക്രൈംസ് പറയുന്നത് സീസൺ 1. അപ്പോൾ അതിൽ സീസൺ 2 ഒട്ടുമിക്ക വലിയ കുറേ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആക്ടേഴ്സ് ഉണ്ട്. അതിലെടുത്ത് പറയുന്നത് ഹരിശ്രീ അശോകനുണ്ട്, പിന്നെ ഇന്ദ്രൻസ് ഉണ്ട്. പിന്നെയൊക്കെ ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും അത്രയും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സീസൺ കൂടി ആയിരിക്കും ഈ നമ്മുടെ സെക്കൻഡ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അത്രമാത്രം അതിനെ പ്രേക്ഷക പിന്തുണയുണ്ടെന്നാണ് ഞാൻ കണ്ടത്. കാരണം ഞാൻ കാണുന്നില്ലെന്ന് വിചാരിച്ച അവസാനം കണ്ടപ്പോൾ എനിക്ക് കിട്ടിയൊരു അനുഭൂതി എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. എനിക്ക് എന്തുകൊണ്ട് ഞാൻ ഡിലേ ചെയ്തെന്നുള്ളൊരു കുറ്റബോധം തോന്നില്ലേ, അത് തോന്നിയായിരുന്നു. പക്ഷേ
എന്തായാലും അജു വർഗീസ് എന്ന വ്യക്തിയുടെ ഒരു എക്സ്ട്രാ ഓർഡിനറി, പിന്നെ ലാലിൻ്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെയാണ് നാളെ ഇത് റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നാളെ ഇത് OTT റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം, വളരെയധികം ആവേശത്തോടെ കാണാം. എന്തായാലും ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ കേരള ക്രൈംസ് റിലീസാവുന്നത്. ബാക്കിയെല്ലാം C5 എന്നാണ്, അതിലാണ് നിൻ്റെ C5ലാണ് നിൻ്റെ റിലീസ് എന്നാണ് ഞാൻ റിപ്പോർട്ടുകൾ പ്രകാരം. ഇത് ഈ ആപ്പ് കൈസേ ഹോ വരുന്ന നമ്മൾ റിലീസ് ചെയ്യാൻ പോകുന്നത് C5ലും, പിന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി റിലീസ് ചെയ്യാൻ പോകുന്നത് C5ലും, നമ്മുടെ ആപ്പ് കൈസേ ഹോ റിലീസ് ചെയ്യാൻ പോകുന്നത് സൺ നെക്സ്റ്റോ അതിലാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ കേരള ക്രൈംസ് ഫയൽസ് സീസൺ 2 ജിയോ ഹോട്ട്സ്റ്റാർ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിൻ്റെയൊക്കെ തന്നെ നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ നിങ്ങൾ കാണാം, ഇതിൽ C5ൽ കാണാം, സൺ നെറ്റിൽ കാണാം. എല്ലാ ഇതിലും നിങ്ങൾ കണ്ട് ആസ്വദിക്കും. കാരണം എല്ലാം തന്നെ മികച്ച കുറേ സിനിമകളും സീരീസുകളാണ്. അപ്പോൾ എന്തായാലും പുതിയൊരു ഇനിയൊരു അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ ബൈ, സീ യു, ടേക്ക് കെയർ.